11 മണ്ഡലങ്ങളിൽ ലീഡ് നേടിയിട്ടുണ്ട്. 8ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ബി.ജെ.പിക്ക് കഴിഞ്ഞു. വോട്ട് വിഹിതം കൂട്ടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. എൻ.ഡി.എയുടെ വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ അത് 19% വരെ എത്തുകയും ചെയ്തു. ബി.ജെ.പിക്ക് തനിച്ച് 17% വോട്ടുകളാണ് ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞത്. എം.ജി. മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇത്തവണ നേട്ടമുണ്ടാക്കിയത് ബി.ജെ.പി ആണല്ലോ. അതിലിപ്പോൾ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും വലിയ മേധാവിത്വം പുലർത്തുവാൻ കഴിഞ്ഞ പാർട്ടി എന്ന് പറയുന്നത് അത് ബി.ജെ.പി ആയി മാറിയിട്ടുണ്ടല്ലോ. മനുഷ്യർ തീർച്ചയായും, അതായത് തൃശ്ശൂരും തിരുവനന്തപുരത്തിനും പുറമെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളും ഒക്കെ തന്നെ കൃത്യമായ ആധിപത്യം പുലർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണത്തേത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ 15.57% സംസ്ഥാനത്തൊട്ടാകെ വോട്ട് ഷെയർ എങ്കിൽ അത് ഇത്തവണ 19.17 ആയി ഉയർന്നിരിക്കുന്നു. 4% വോട്ട് ഇത്തവണ ഉയർന്നു വരികയും ചെയ്തു. അതിൽ നമ്മൾ അപ്രതീക്ഷിതമായി ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ, ഒപ്പം തന്നെ ആലപ്പുഴ, ആലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു അപ്രതീക്ഷിത ബി.ജെ.പിയുടെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ആലപ്പുഴയിലാണ് എന്നുള്ളത് തന്നെയാണ്. 11.06% വോട്ട് ആലപ്പുഴയിൽ നേടി. 2019 കണക്കുകൾ നോക്കുമ്പോൾ 17.24% മാത്രമായിരുന്നു വോട്ട് ഷെയറെങ്കിൽ അത് ഇത്തവണ 28.3% ഉയർത്തിക്കാട്ടാൻ അല്ലെങ്കിൽ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് ആലത്തൂരാണ്. ആലത്തൂരിൽ 8.82% വോട്ടായിരുന്നു കഴിഞ്ഞ 2019 നേടിയെങ്കിൽ അത് ഇത്തവണ 18.97%, 10%-ലധികം വോട്ട് കൂടിയിരിക്കുന്നു ആലത്തൂർ എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് UDFന്റെ വിജയത്തിന് മങ്ങലേൽപ്പിച്ചത്. കെ രാധാകൃഷ്ണന്റെ വിജയത്തിന് കൂടുതൽ സാധ്യത കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ വോട്ട് അവിടെ വർദ്ധിപ്പിച്ചതാണ്. 2.5 ലക്ഷത്തോളം വോട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിരുന്നു. ഇത്തവണ വി മുരളീധരൻ അവിടെ മത്സരിക്കുന്നു. വി മുരളീധരൻ കൃത്യമായി ഇത്തവണയും 7.01% വോട്ട് ഷെയർ അവിടെ വർധനവുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ 24.69% എങ്കിൽ അത് ഇത്തവണ 31.7% ഉയരുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏകദേശം 13,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് വി മുരളീധരൻ ഉണ്ടായത്. കൂടാതെ ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ വി മുരളീധരന് ഒന്നാമതെത്താൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് ഒന്നാമതെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 3 മണ്ഡലങ്ങൾ അത് മന്ത്രിമാരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒല്ലൂര്, ഒപ്പം തന്നെ ഇരിങ്ങാലക്കുട, നേമം തുടങ്ങിയ 3 മണ്ഡലങ്ങളിൽ ആണ് ഇത്തരത്തിൽ മന്ത്രിമാരുടേതായിട്ടുള്ളത്. ഈ 3 മണ്ഡലങ്ങളിലും കൃത്യമായ ആധിപത്യം പുലർത്താൻ ബി.ജെ.പിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനി അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണുന്നത് അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ കൃത്യമായ ആധിപത്യം, ഒപ്പം തന്നെ പല മേഖലകളിലും കൃത്യമായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിക്ക് ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞു.